നമ്മൾ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ ഡ്രൈവ്സിൻ്റെ മോഡ്യൂൾ 4 ആണ് ഇന്ന് റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി മോഡ്യൂൾ 4 നമ്മൾ ക്ലാസ്സിൽ ഒന്നും തന്നെ നോക്കിയിട്ടില്ല. അപ്പം ദിസ് വിൽ ബി ന്യൂ, ദ ടോപ്പിക്സ് വിൽ ബി ന്യൂ ടു ഓൾ ഓഫ് യു. അതിൽ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ പഠിക്കാനുള്ള ഡ്യുവൽ കൺവേർട്ടേഴ്സ് പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻ, സൈക്ലോ കൺവേർട്ടേഴ്സ് പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻ, ചോപ്പേഴ്സ് പ്രിൻസിപ്പിൾ, ആപ്ലിക്കേഷൻ ആൻഡ് സം ടൈപ്സ്. ദെൻ last about drives AC and DC, comparison, speed control. അപ്പോൾ ആദ്യം ഡ്യുവൽ കൺവേർട്ടേഴ്സ് ആണ്. അപ്പോൾ ഡ്യുവൽ കൺവേർട്ടേഴ്സിൽ 2 കൺവേർട്ടേഴ്സ് കാണും. അപ്പോൾ ഈ കൺവേർട്ടർ എന്താണെന്നുള്ളത് നേരത്തെ മോഡ്യൂൾ 2 നോക്കിയതാണ്. കൺട്രോൾ റെക്ടിഫയേഴ്സ് ആണ് കൺവേർട്ടറായിട്ട് പറഞ്ഞത്. അപ്പം കൺവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. Can convert from AC to DC or it can be DC to AC. Anything can be labeled as a converter. Converter എന്ന് വിളിക്കണമെങ്കിൽ it should convert something from some form to some other form. അപ്പോൾ AC DC ആക്കുന്ന സർക്യൂട്ട്സിനെ ആയിരുന്നു മെയിനായിട്ട് കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ AC DC ആക്കുന്ന ഏത് സർക്യൂട്ടാണ്? റെക്ടിഫയർ ആണ്. അപ്പം റെക്ടിഫയേഴ്സിനെ എല്ലാം ജനറലൈസ് ചെയ്തുകൊണ്ട് കൺവേർട്ടേഴ്സ് നമ്മൾ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇൻവേർട്ടർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇൻവേർട്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ദ കൺവേർട്ടറിൻ്റെ ജസ്റ്റ് ഇൻവേഴ്സ് ഓപ്പറേഷനാണ്. അപ്പം അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കൺവേർട്ട്സ് DC ടു AC. അപ്പോൾ അതും ഒരു കൺവേർട്ടർ തന്നെയാണ്. പക്ഷേ ജനറലി നമ്മൾ കൺവേർട്ടർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ റെക്ടിഫയറിനെയാണ്. അപ്പം എന്നിരുന്നാൽ പോലും നമ്മൾ ഡ്യുവൽ കൺവേർട്ടേഴ്സിൽ വി ആർ ആക്ച്വലി ഹാവിങ് 2 കൺവേർട്ടേഴ്സ്, എ റെക്ടിഫയർ ആൻഡ് എ ഇൻവേർട്ടർ. ഇനി അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പറയുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് DC മോട്ടറിൻ്റെ സ്പീഡ് റിവേഴ്സൽ, അതായത് സ്പീഡ് കുറയ്ക്കാനും പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് അങ്ങനത്തെ സംഗതികൾക്കും വേണ്ടിയാണ്. ഇപ്പം വേറെ ആക്ച്വലി ടൈപ്സ് പറയുകയാണെങ്കിൽ 2 ടൈപ്പാണ് മെയിൻലി ഉള്ളത്, സിംഗിൾ ഫേസും 3 ഫേസും. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡ്യുവൽ കൺവേർട്ടർ അറിഞ്ഞിരിക്കുക. അപ്പം അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മെയിനായിട്ടുള്ള 2 കൺവേർട്ടർ പറയുന്നുണ്ട്. സോ യു ക്യാൻ സീ ഹിയർ എ റെക്ടിഫയർ, ദെൻ ഫിൽറ്റർ, ലോഡ് ആൻഡ് ഇൻവേർട്ടർ. അപ്പം ശരിക്കും റെക്ടിഫയറും ഇൻവേർട്ടറും ഇതാണ് രണ്ടുമാണ് കൺവേർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഫിൽറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ലോഡാണ് ശരിക്കും ഇൻവേർട്ടറിലേക്ക് കൊടുക്കുന്നത്. ആ DC വരുന്നില്ല, ആ DC വരുന്നത് നമുക്ക് ഇൻവേർട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ലോഡ് ഉപയോഗിക്കുന്നുണ്ട്. ആ DCയെ നമ്മൾ ഇൻവേർട്ടറിൽ കൊടുത്ത് AC ആക്കി എടുക്കും. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് എ AC ഇൻപുട്ട് ആൻഡ് ആൻ AC ഔട്ട്പുട്ട് ശരിക്കും ഡ്യുവൽ കൺവേർട്ടറിൽ. അതിനിടയിൽ സംഭവിക്കുന്നതാണ് ഡ്യുവൽ കൺവേർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 കൺവേർഷൻസ് എന്ന് പറയുന്നത് ഒന്ന് AC ടു DC, DC ടു AC ആണ്. ഇപ്പോൾ സിംഗിൾ ഫേസ് ഡ്യുവൽ കൺവേർട്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ആസ് യു ക്യാൻ സീ ഒരു 2 ബ്രിഡ്ജാണ് ഉപയോഗിക്കുന്നത്. സിംഗിൾ ഫേസ് ഡ്യുവൽ കൺവേർട്ടറിൽ 2 ബ്രിഡ്ജുകൾ ഉപയോഗിക്കുന്നത്. 2 ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 2 ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ്, ബ്രിഡ്ജ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ആണ്. അതായത് സാധാ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസിങ് ഡയോഡ്സ്. ഇപ്പോൾ ബ്രിഡ്ജ് കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി യൂസിങ് തൈറിസ്റ്റേഴ്സ് ഓഫ് SCR ഇൻ പ്ലേസ് ഓഫ് ഡയോഡ്സ്. അപ്പോൾ ഒരു ബ്രിഡ്ജ് 1 പിന്നെ ഒരു ബ്രിഡ്ജ് 2. ഇതിൽ SCR T1, T2, T3, T4 ഇത് 4 ഫസ്റ്റ് ബ്രിഡ്ജും, T5, T6, T7, T8 ഇത് ഇത്രയും സെക്കൻഡ് ബ്രിഡ്ജുമാണ്. ഈ ഫസ്റ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് ഫുൾ വേവ് കൺട്രോൾ റെക്ടിഫയർ ആണെങ്കിൽ, രണ്ടാമത്തെ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇൻവേർട്ടറായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ LC സർക്യൂട്ട് എന്ന് പറയുന്നത്, ഇവിടെ ഒരു LC സർക്യൂട്ട് ഉണ്ട്. ഇതാണ് ഫിൽറ്ററായിട്ട് വരുന്നത്. നമ്മൾ ബ്ലോക്ക് ഡയഗ്രാമിൽ ഫിൽറ്റർ കണ്ടു. അപ്പോൾ ആ ഫിൽറ്റർ എന്ന് പറയുന്നത് ഇവിടെ LC ഫിൽറ്ററാണ് ഉപയോഗിക്കുന്നത്, വിച്ച് ഈസ് ആക്ച്വലി ടു മിനിമൈസ് ദ റിപ്പിൾസ് ഇൻ റെക്ടിഫയർ. അപ്പോൾ റെക്ടിഫയർ എന്ന് പറയുന്നത് AC DC ആക്കുവാണ്. സിനുസോയ്ഡൽ വേവ് ഫോമിനെ യൂണി ഡയറക്ഷണൽ പൾസിങ് വേവ് ഫോം ആയിട്ട് മാറ്റുകയാണ്. അപ്പോൾ പൾസ് എന്ന് പറയുന്നത് ശരിക്കും സിനുസോയ്ഡൽ പൾസസ് ആയിട്ട് മാറുന്നത് അല്ലേ, ഫുൾ റെക്ടിഫയർ ആണ്, ഫുൾ റെക്ടിഫയർ ഔട്ട്പുട്ട്. ആ പൾസസിനെ വീണ്ടും നമ്മൾ സ്റ്റഡി DC ആക്കാൻ വേണ്ടിയാണ് ഫിൽറ്റർ ചെയ്യുന്നത്. ഫിൽറ്റർ ചെയ്ത് സ്റ്റഡി DC ആക്കാനായിട്ട് പോവുകയാണ് ഈ ഫിൽറ്റർ ഉപയോഗിച്ച്. അതിന് ഈ റെക്ടിഫൈഡ് DCയെ നമ്മൾ ഈസ് ഫെഡ് ടു ദ ലോഡ് ഫോർ കൺട്രോൾ പർപ്പസ്. ഇതാണ് നമ്മുടെ ലോഡ് എന്ന് പറയുന്നത്. ഈ ലോഡ് എന്ന് പറയുന്ന സാധനം ശരിക്കും ഒരു മോട്ടറാവാം,
അല്ലാതെ ഇപ്പോൾ വേറെ എന്തെങ്കിലും എക്യുപ്മെൻ്റ് ആവാം, ഒരു വീലാവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പം മോട്ടോറിലാണെങ്കിൽ ശരിക്കും ഒരു ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മോട്ടോറിന് സ്പീഡ് കുറയ്ക്കാനായിട്ട് തിരിച്ച് കറക്കിയാൽ മതി എന്നാണ് പറയുന്നത്. ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിന് സ്പീഡ് നമ്മൾ ബ്രേക്ക് ചെയ്യണമെന്നെങ്കിൽ സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് കറക്കാൻ നോക്കും. അപ്പം തിരിച്ച് കറക്കുമ്പോൾ ഇറ്റ് വിൽ സ്ലോ ഡൗൺ. സോ ദിസ് ഹൗ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഈസ് ഡൺ. അപ്പോൾ അതൊരു ആപ്ലിക്കേഷനാണ് ഈ ഡ്യുവൽ കൺവേർട്ടറിൻ്റെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് AC DC ആക്കാനായിട്ട് ഈ സർക്യൂട്ടാണ് ഉപയോഗിക്കുന്നത്, ഇത്രയും ഭാഗം. ഇനി ഇത് സെക്കൻഡ് ബ്രിഡ്ജിൽ the SCRs are connected in the opposite mode and it acts like a single phase inverter. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ജസ്റ്റ് തിരിച്ചാണ്. അപ്പോൾ ഒരു സിംഗിൾ ഫേസ് ഇൻവേർട്ടർ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് അറിയാം, ഇൻവേർട്ടർ ആയാൽ നമുക്ക് DC-യെ AC ആക്കാനുള്ളതാണ് അല്ലേ, DC-യെ AC. അപ്പോൾ ഈ ഭാഗത്ത് DC നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യും, AC ആക്കി മാറ്റുന്ന ജോലിയാണ് ഇൻവേർട്ടർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് DC ആണ്, ഔട്ട്പുട്ട് AC ആണ്. നമുക്ക് ഏത് ഡയറക്ഷനിലാണ്, ഇപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ദിസ് വിൽ ബി യുവർ റെക്ടിഫയർ ആൻഡ് ദിസ് വിൽ ബി യുവർ ഇൻവെർട്ടർ. നമ്മളിനി ഈ ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാലോ ദിസ് വിൽ ബി യുവർ റെക്ടിഫയർ ആൻഡ് ദിസ് ബ്രിഡ്ജ് വിൽ ബി ദി ഇൻവെർട്ടർ. അപ്പോൾ ഇവിടെ വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് of T1 ഉം T2 ഉം will be turned on and negative halfil T3 T4 will be gated on. So the net current will be flowing through the load through this. ഈ ലോഡ് വഴി നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴോട്ടാണ്. ഇനി കറണ്ട് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ റെക്ടിഫൈഡ് കറണ്ട് ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നു. ഇൻ കേസ് ബ്രിഡ്ജ് 1 is not gated, bridge 2 can be used as another rectifier. നമ്മളിത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ റെക്ടിഫയറിനെ നമുക്ക് ഈ ബ്രിഡ്ജിനെ നമുക്ക് റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പം ദസ് ബൈ സ്വിച്ചിങ് ഓഫ് ഫസ്റ്റ് ബ്രിഡ്ജ് ആൻഡ് ഗേറ്റിംഗ് ദ സെക്കൻഡ് ബ്രിഡ്ജ് കറണ്ട് ഫ്ലോ ഡയറക്ഷൻ ത്രൂ ദ ലോഡ് ക്യാൻ ബി റിവേഴ്സ്ഡ്. നമുക്ക് കറണ്ട് ഡയറക്ഷൻ എപ്പോഴും റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സർക്യൂട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഈ പ്രിൻസിപ്പിളാണ് നമ്മൾ സ്പീഡ് റിവേഴ്സലിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മാത്രമേ അതിൽ അറിയാനുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയണം. ഇൻവേർട്ടറിൻ്റെ വർക്കിംഗ് പറയണം, റെക്ടിഫയറിൻ്റെ വർക്കിംഗ് പറയണം. റെക്ടിഫയർ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത് T1 T2 T3 T4ൻ്റെ ബ്രിഡ്ജും, ഇൻവേർട്ടറായിട്ട് T5 T6 T7 T8 ബ്രിഡ്ജുമാണ്. ഇനി 3 ഫേസ് ഡ്യുവൽ കൺവേർട്ടേഴ്സ് പറയുമ്പോൾ അവിടെ നമുക്ക് ഒരു ഫേസിൽ 2 തൈറിസ്റ്റർ അല്ലെങ്കിൽ SCR വേണം. അങ്ങനെ അപ്പോൾ 3 ഫേസ് ആയതുകൊണ്ട് you can see that as seen in the single phase the bridge 1 consists of 6 thyristors. ഒരു ഫേസിൽ 2 എണ്ണം വീതം, അങ്ങനെ 3 ഫേസിൽ 6. പിന്നെ അതുപോലെ തന്നെ ബ്രിഡ്ജ് 2നും 6 SCR വേണ്ടി വരും. ബാക്കി സർക്യൂട്ടിൽ മാറ്റമൊന്നുമില്ല. അതുപോലെ LC സർക്യൂട്ട് ഫിൽറ്ററായിട്ട് ഉപയോഗിക്കുന്നു. ബ്രിഡ്ജ് 1 ആക്ട് ആസ് എ ഫുൾ കൺട്രോൾഡ് റെക്ടിഫയർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ബ്രിഡ്ജ് 2 വിൽ ബി എ ഫുൾ കൺട്രോൾ ഇൻവേർട്ടർ.